It's me, Miss Madminders from Madmindersvlog. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അതെ, ഇന്ത്യൻ വാഹന ലോകത്ത് ഒരിക്കൽ വന്ന് ഹിറ്റായി, എന്നാൽ ഇന്ന് മാർക്കറ്റിലില്ലാത്ത നമ്മളേറെ ഇഷ്ടപ്പെടുന്ന വാഹനം. 2000-ൽ ടൊയോട്ട കാലൊരുപ്പിക്കാൻ ആദ്യമായി ഇന്ത്യയിൽ ഇറക്കിയൊരു വാഹനമുണ്ട്. അതെ, ടൊയോട്ട ക്വാളിസ്. നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ടൊയോട്ട ക്വാളിസ് ആണ്. ഇവൻ്റെ ഒരുപാട് മോഡലുകളുണ്ട്. അതായത് ഫാമിലി സലൂൺ, ഗ്രാൻഡ് സലൂൺ ടൂറിങ്. ഇതിൽ ഫാമിലി സലൂൺ എന്ന് പറയുമ്പോൾ അതൊരു ടാക്സി പർപ്പസിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു മോഡലായിരുന്നു. അതെന്ന് പറയുമ്പോൾ 10 സീറ്റർ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ AC ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, സ്റ്റിക്കറിംഗ് ഇല്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അതിനും ഒരു ടോപ്പ് വേരിയൻ്റ് എന്ന് പറയാം ഗ്രാൻഡ് സലൂൺ എന്ന് പറയുമ്പോൾ അത് 8 സീറ്റർ ആയിരുന്നു. അതിൽ AC ഓപ്ഷൻസ് വന്നിരുന്നു, സ്റ്റിക്കറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഒരു ഫീച്ചേഴ്സ് കൊടുന്നുള്ള ഒരു വാഹനം. അതിനും ടോപ്പ് വേരിയൻ്റ് ഉണ്ട്, ഗ്രാൻഡ് സലൂൺ ടൂറിംഗ് എന്ന് പറയും. അതിലാണ് ഈ അലോയ്സ്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ്, റിയർ വൈപ്പ്, അതുപോലെ തന്നെ ഡ്യുവൽ AC എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനേക്കാളും ഒരു മുന്തിയനം വാഹനമാണ് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നുള്ളത്. അതെ, റോയൽ സലൂൺ ക്വാളിസ്. ഒരു ബോക്സി രൂപമാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ബോണറ്റ് ഇത്രയും ചെരിഞ്ഞതായതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഒരു വിസിബിലിറ്റി അപാരമാണ്. പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇതാ ഒരു ക്രോമിയം ഗ്രില്ലാണ് ഈ കാണുന്നില്ല. മുകളിലാണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഒരു ലോഗോയും ഇവർ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരികയാണെങ്കിൽ ബമ്പർ 2 പോർഷനായിട്ടാണ് ഉള്ളത്. കൂടാതെ ആ മുൻവശത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പോർഷൻ ഒരു ഫുൾ ബാറാണ് ഇവിടുത്തെ ഓണർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ ഇതാ ഒരു എയർ ഡാം വന്നിട്ടുണ്ട്. F1-ൻ്റെ നമ്പർ പ്ലേറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ വണ്ടീനേക്കാളും വലുപ്പമായിരിക്കും ഈ ഒരു ബമ്പർ ഇരിക്കുന്നത് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ആ ഒരു ഗ്രീനിനെ അനുയോജ്യമായിട്ട് തന്നെയാണ് ഈ ബമ്പറിൻ്റെ ആ ഒരു കളറും. അത് നല്ലൊരു മാച്ചിങ് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് വലിയൊരു ഹെഡ് ലാമ്പ് വിത്ത് DRL, ആഫ്റ്റർ മാർക്കറ്റ് DRL സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോ ഇടാം. പിന്നെ അതുപോലെ തന്നെ അടിയിൽ ഇതാ ഒരു ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. സൈഡ് എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ വണ്ടിക്ക് ഒരു ചെറിയൊരു ടയർ അല്ലേ, അതെനിക്കൊരു എന്താ പറയുക ഒരു പ്രത്യേകം എന്ന് വെച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ സൈസ് മാറ്റിയിട്ടുണ്ട്, 14-ൽ നിന്നും 15-ലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നോക്കുമ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ഫുഡ് സ്റ്റെപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വരെ തോന്നിയിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ട്, അത് കയറുമ്പോഴേ നമുക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലാമ്പർ വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് നമുക്ക് സൈഡിൽ മെയിനായിട്ട് പറയാനുള്ളത്. അവിടെ ഒരു ക്വാളിസിൻ്റെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ വിൻഡോ വിസിബിലിറ്റി നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളിലുള്ള എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ 2 വിൻഡോനേക്കാളും ഏറ്റവും വലുതാണ് നമ്മുടെ ഈ ക്വാട്ട വിൻഡോ എന്ന് പറയുന്നത്. അത്രയധികം ബാക്കിലിരിക്കുന്നവർക്കും നല്ല വിസിബിലിറ്റി ആയിരിക്കും. സെക്കൻഡ് റോയിലായാലും നല്ലൊരു വിസിബിലിറ്റിയിൽ തന്നെയാണ് ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാക്കിലോട്ട് പോവാം. ബാക്കിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ചതുരൻ എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓണറുടെ ഒരു ഇൻസ്റ്റാ നെയിം കൊടുത്തിട്ടുണ്ട്. ക്വാളിസിൻ്റെ ഒരു ലോഗോ താഴെ വന്നിട്ടുണ്ട്. ടെയിൽ ലാമ്പ് ആണെങ്കിൽ ബൂട്ട് സ്പേസിനോട് ചേർന്നിട്ട് തന്നെ 2 രീതിയിലായിട്ടാണ് ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്രോമിയം സ്ട്രിപ്പിൻ്റെ അടിയിലായിട്ട് F1-ൻ്റെ നമ്പർ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ക്രോമിയം രീതിയിലൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വലിയൊരു ബമ്പർ ആണെങ്കിൽ ബാക്കിൽ ചെറിയൊരു ബമ്പറോട് കൂടിയിട്ട് അവർ ഒതുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 2.4D RS എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 2.4 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. RS എന്ന് പറയുന്നത് റോയൽ സലൂൺ വേരിയൻ്റ് ആണ് ഈ ഒരു വണ്ടി. അതുപോലെ തന്നെ ഭാരത് സെക്കൻഡ്, അന്നത്തെ കാലത്ത് ഇത് ഭാരത് സെക്കൻഡ് ആണെങ്കിൽ ഇന്നിപ്പോൾ ഭാരത് 6 ആയിട്ടുണ്ടാവും. അത്രയധികം വേരിയേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ വലിയ സ്പേസോ കാര്യങ്ങളൊന്നും ഇല്ല. വേണമെങ്കിൽ വെറുതെ വന്നിങ്ങനെ ഇരിക്കാമെന്നല്ലാതെ, കാരണം ഇതുപോലത്തെ
മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾസിലെ ഇതുപോലത്തെ ബാക്കിൽ നമുക്ക് ബൂട്ട് സ്പേസ് കുറവായിരിക്കും പൊതുവെ. ഇത് ഇവിടെ സ്പീക്കർ JBLന്റെ സ്പീക്കർ വെച്ചിട്ടുള്ള കാരണം 2 പേർക്ക് ഇരിക്കാന്നുള്ള രീതിയിൽ 2 സ്ഥലം ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അത്രേ ബൂട്ട് സ്പേസിൽ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്റീരിയറിൽ മെയിനായിട്ട് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ ഒരു വുഡിൻ്റെ ഡാഷ്ബോർഡാണ്. അത് നല്ലൊരു ഭംഗി, എനിക്ക് പേഴ്സണലി വുഡിൻ്റെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് നല്ല ഭംഗിയായിട്ട് തോന്നി. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ ലെതറിൻ്റെ റാപ്പ് ചെയ്തിട്ടുള്ള ഒരു നോർമൽ സ്റ്റിയറിംഗ്. അന്നത്തെ കാലത്ത് ഇത്ര അധികം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്കിതാ മീറ്റർ കൺസോളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ടാക്കോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട്. ഫ്യൂൽ ഗേജ് ഉണ്ട്, അതിൻ്റെ അടിയിൽ ടെമ്പറേച്ചർ ഗേജ് ഉണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് എസിയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് കാസറ്റ് ടൈപ്പ് ആയത് കാരണം ഒരു പൈനിയറിൻ്റെ മ്യൂസിക് സിസ്റ്റം ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ അസാഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗിയർ നോബ് ആണെങ്കിൽ ലെതറിൽ റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. കുറേയധികം നമുക്ക് എന്താ പറയുക 2-3 കുപ്പികളൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിൽ വരുന്നുള്ളത്. ഇപ്പോൾ ഇതേ നോക്കൂ, നമുക്കിപ്പോൾ ബമ്പർ അവിടെ ഉണ്ടെന്ന് തന്നെ കാണുന്നില്ല. ഡയറക്റ്റ് അത്രയധികം വ്യൂ ആണ്. ഈ വിൻഡോയുടെ വ്യൂ ആയാലും എല്ലാം വിസിബിലിറ്റി സ്പേസ് എന്ന് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആണ്. അത് ഇന്നത്തെ കാലത്ത് ഒരു വണ്ടിയിലും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ ആയാലും അടിപൊളിയാണ്. പിന്നെ പവർ വിൻഡോസ് ആണ്, പവർ സ്റ്റിയറിംഗ് ആണ്. അപ്പം ഇത്രയധികം ഫീച്ചേഴ്സ് ഈ ഒരു അന്നത്തെ കാലത്ത് ഉണ്ടാവുമെന്ന് വെച്ചാൽ നമുക്ക് സങ്കല്പിക്കാവുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് അട്രാക്റ്റീവായി തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും അത്രയും ക്ലീൻ ആൻഡ് പക്കയാണ് ഇതിൻ്റെ ഓണർ കൊണ്ടു നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓണർ നമുക്ക് വൈകാതെ പരിചയപ്പെടാം. അടിയിലാണെങ്കിൽ ചെളിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മറ്റേ ഗ്രാസിൻ്റെ അത് ഈ ഒരു ചവിട്ടി മാറ്റി കഴിഞ്ഞാൽ കാണാം. ഗ്രാസിൻ്റെ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് അടിപൊളിയായി. അത് ഒന്നാമത് ഇൻറ്റീരിയറിൽ അത് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സീറ്റിംഗ് പൊസിഷൻ അടിപൊളിയാണ്. പിന്നെ കൂടാതെ തന്നെ ഈ സീറ്റ് മാറ്റിയിട്ടുണ്ട്. ഡയറ്റ് സീറ്റ്സ് ആണ്, Audi Q7ൻ്റെ ഡയറ്റ് സീറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷം ഞങ്ങൾക്ക് ഓണറോട് നേരിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഇത് അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വിസിബിലിറ്റി അത് അപാരമാണ്. അത് ക്വാളിസിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. പിന്നെ എനിക്ക് നോക്കുകയാണെങ്കിൽ അടിയിൽ നമുക്കൊരു ഗ്രാസിൻ്റെ ഒരു മെത്ത ഇട്ടിട്ടുണ്ട്. ചെളി പറ്റാതിരിക്കാൻ എനിക്ക് തോന്നുന്നു അത് നല്ല. പിന്നെയെന്ന് വെച്ചാൽ ഇൻറ്റീരിയറിൽ അത് ഒരു നല്ലൊരു അട്രാക്ഷൻ കൂടിയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഡോർ പാഡ്സിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഫാബ്രിക് ഡിസൈൻസ് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ വിൻഡോസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതൊക്കെ തന്നെയാണ്. അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ്, അതായത് ഫോണൊക്കെ വെക്കാനുള്ള അത്രയും ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെ ഉള്ളൂ. അതൊക്കെ തന്നെയാണ് നമുക്ക് ഫ്രണ്ടിൽ മെയിനായിട്ട് പറയാനുള്ളത്. നമ്മളിത് അതുപോലെ സെക്കൻഡ് റോയിൽ വരികയാണെങ്കിലും സെക്കൻഡ് റോയിൽ ഇരിക്കാനും കംഫർട്ടാണ്. നമുക്ക് ഇവിടെ നല്ലൊരു ആംറെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓസോണിയയുടെ ഒരു മോണിറ്റർ വെച്ചിട്ടുണ്ട്. സുഖമായിട്ട് ഇരിക്കാം. നമുക്കിതാ കാല് നീട്ടിയിട്ടാ എങ്ങനെയാന്ന് വെച്ചാൽ ഇരിക്കാം. അതുകൊണ്ട് സെക്കൻഡ് റോ വളരെ കംഫർട്ടാണ്. നമുക്കിതാ ഇവിടെ ഒരു AC വെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ സുഖമായിട്ട് AC ഒക്കെ കൊണ്ടിട്ട്, അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിൻഡോ വിസിബിലിറ്റി അതും എന്താ പറയുക, നമുക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്രകളൊക്കെ കണ്ട് പോവാം. നമുക്ക് സെക്കൻഡ് റോ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞു സീറ്റ്സ് നല്ല കംഫർട്ടാണ്. കസ്റ്റം സീറ്റ്സ് ആണ് വരുന്നുള്ളത്. അടിപൊളിയാണ്. അതുപോലെ തന്നെ ബാക്കിലോട്ട് വരികയാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. ഈ ബാക്കിലെ കോട്ട ഗ്ലാസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 2 ഗ്ലാസ്സിനേക്കാളും വലുപ്പം കൂടുതലേനാ. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം AC കാര്യങ്ങളും ഇവിടെ ഇരിക്കുന്നതിന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ വീലാർച്ചിൻ്റെ ഒരു സ്പേസ് വരുന്ന കാരണം വേണമെങ്കിൽ അവിടെ കാല് വെക്കാം. ബട്ട് അതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പോകുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇതാണ് നമ്മുടെ ഇവൻ്റെ ഓണർ അൻഫാസ്. അപ്പോൾ അൻഫാസിനെ നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താ? ഇത് ചെറുപ്പം മുതലൊരു ഇഷ്ടമുണ്ടായിരുന്ന വണ്ടിയായിരുന്നു ക്വാളിസ്. അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു 2-3 വർഷമായിട്ടുള്ള തോന്നുന്നു അല്ലേ ഇതിന്റെ മേലെ എല്ലാവർക്കും ഒരു ക്രേസ് വന്നു. വർഷം ഏകദേശം ഞാൻ കൂടുതലും കണ്ടേക്കുന്ന ഒരു ടൈമിലാണ് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എല്ലാവർക്കും ഇവനെ
കിട്ടാനൊക്കെ കുറച്ച് പാടാ പാടുണ്ട്. തോന്നുന്നു. വിൽക്കുന്നുണ്ടോ? ഇല്ല കൊടുക്കുന്നില്ല. ഇതിപ്പോ എത്ര നാളായി എടുത്തിട്ട്? ഇതിപ്പോ നമ്മൾ എടുത്തിട്ട് ഏകദേശം ഒരു 3 മാസം ആണല്ലോ. ഇത് 2005 മാനുഫാക്ചർ അല്ലേ? 2005 രജിസ്ട്രേഷൻ, 2004 മാനുഫാക്ചർ ലാസ്റ്റ്. അതെ അല്ലേ? ഓക്കെ. ഇപ്പൊ ഇതില് അൻഫാസിന് തോന്നിയിട്ടുള്ള ഒരു എന്താ പറയാ, വീട്ടില് വേറെ വണ്ടികളുണ്ടോ? വേറെ വണ്ടികളില്ല, മെയിനായിട്ട് വണ്ടികൾ യൂസ് ചെയ്യുന്ന ഒരാളല്ലേ. അപ്പൊ ആ വണ്ടിയും ഈ വണ്ടിയും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ഗുണം അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ എന്താണ്? കമ്പാരിസൺ വെച്ചാൽ നമുക്കത് ഓടിക്കാൻ ഭയങ്കര ഒരു ക്രൈസ്. കംഫർട്ട് കുറവാണെങ്കിലും പക്ഷെ വണ്ടി ഓടിക്കാന്നുള്ള ഒരു കംഫർട്ട് കുറവെന്ന് എല്ലാവരും കംഫർട്ട് ഉണ്ട് എന്നാണ് പറയാറ്. അങ്ങനല്ല, നമുക്ക് എന്നാലും ഉണ്ട്. പക്ഷെ നമ്മളെ ഈ വണ്ടിയുടെ ഓടിക്കണ ഒരു ഇത് ഫീല് വെച്ചാല് പുറം ലോകം മൊത്തം നമുക്ക് പിന്നെ ബോക്സി ടൈപ്പ് ആയ കാരണം നമുക്കൊരു ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ നാട്ടിലുണ്ടോ ഒരു കോളിസ്, പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതൊരു ഫാമിലി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ്. വണ്ടി കാര്യമായിട്ട് നോക്കൊന്നുമില്ല. പക്ഷെ എനിക്ക് അപ്പോഴും ഈ ഒരു വണ്ടിയിൽ അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഈ അടുത്താന്ന് തോന്നുന്നു കോളിസ് എന്ന് പറഞ്ഞൊരു എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു വികാരമായി മാറിയിട്ടുണ്ട്. അതെ, അത് കുറച്ച് കോളീസുകൾ ഇറങ്ങി. അപ്പൊ അതിന്റെ ശേഷം ഭയങ്കര ഒരു ട്രെൻഡായിട്ട് കയറി. എനിക്ക് തോന്നുന്നു ചുരുക്കം ചില വണ്ടികളെ എനിക്ക് ഇത്ര വൃത്തിയിലെ വണ്ടികൾ കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ചും ഈ ഇവനെ പോലെ ഒരു ലെജൻഡറി വാഹനത്തെ. കാരണം ഇത്രയും നല്ല രീതിയിൽ കൊണ്ടു നടന്നിട്ടുള്ള അൻഫസിന് ഞങ്ങളുടെ വക ഒരു ബിഗ് താങ്ക്സ്. വണ്ടി പ്രാന്തന്മാരുടെ വക ഒരു ബിഗ് താങ്ക്സ് പറയാം. അപ്പൊ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ള അതായത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? എക്സ്ട്രാ ഫിറ്റിംഗ്സ് പറഞ്ഞാല് ഫസ്റ്റ് വരുന്നത് ഈ ലോഗാണ്. ഇത് നമ്മളെ സൗദിന്ന് കൊടുത്തിട്ടുള്ളതാണ്. നമ്മളെ ഗ്രൂപ്പിലുള്ളൊരു കൊടുത്തു വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതിൽ ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ട് ഇത് ഫുൾ ബാർ. ഇത് നമ്മളെ ആക്സസറീസിൽ കമ്പനി ആക്സസറി വരുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ്. പെയിന്റിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് എറണാകുളം മെർക്കും ചെയ്തിട്ടുള്ള റീപെയിന്റ് ചെയ്തിട്ടുള്ള റെസ്റ്റോറേഷൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. പക്ഷെ ആ ഒരു ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ വൃത്തിയിലായാലും ഇപ്പൊ ഞാൻ ഇന്റീരിയറിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഗ്രാസിന്റെ ആ ഒരു ഇത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ആരുടെ കൺസെപ്റ്റ് ആയിരുന്നു? അത് എന്റേതും പിന്നെ ഒരു ഗ്രൂപ്പിലുള്ള ഒരു ചേട്ടനുണ്ട്. അപ്പൊ ആളും കൂടി ഞങ്ങള് അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ആ ഗ്രാസ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മള് ഇടുന്ന ഒരു ചവിട്ടിയല്ല, ഒരു ചെളി കയറാത്ത രീതിയിലുള്ള ഒരു ചെളി കയറിയാലും നമുക്ക് അറിയാൻ പറ്റില്ല, പെട്ടെന്ന് കളയാൻ പറ്റുന്ന ഒരു ലെവലല്ലേ. അതുപോലെ തന്നെ സീറ്റ് എവിടെന്നാണ് ചെയ്തത്? സീറ്റ് നമ്മള് വണ്ടി എടുക്കുമ്പോ അവർ ചെയ്തതാണ്. സീറ്റിന് എത്രയായി? അവര് കോസ്റ്റ് പറഞ്ഞ 40,000 അടുത്ത്. 40,000 അടുത്താ പറഞ്ഞു. അതെവിടെ ചെയ്ത? കോട്ടയത്താണ് വണ്ടി മിക്ക പണി ചെയ്തിട്ടുള്ളത്. പെയിന്റിങ് മാത്രം നമുക്ക് എറണാകുളം അമർക്കും തന്നെ കടയിൽ. അപ്പൊ എനിക്ക് വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്രയും നന്നായി നോക്കുന്നത്. ഇതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ മെയിൻ്റെനൻസ് നമ്മൾ ഇതിന്റെ വർക്കൊക്കെ ചെയ്യാൻ ഇപ്പോൾ തന്നെ കമ്പനി സർവീസ് തന്നെ ഫുള്ള് പോകേണ്ടി. പാർട്സും കാര്യങ്ങളും അവൈലബിൾ ആണ്, ഫുള്ള് കമ്പനി അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ പല ഭാഗങ്ങളിൽ കുറച്ച് പാർട്സിന് അവൈലബിൾ കുറവാണ്. അപ്പൊ അത് ഉണ്ട് ഉണ്ട്. അപ്പൊ നമ്മളെ ഇത് നമ്മൾ എടുത്തത് 4.5 ലക്ഷം രൂപ. പിന്നെ നമ്മളെ ഈ ഒരു വണ്ടി ഇനി ഇറങ്ങുകയാണെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അത്രയും ഫീച്ചേഴ്സ് ഒക്കെ അടിപൊളിയാണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു വണ്ടി, അന്നത്തെ കാലത്ത് ഒരു വണ്ടി ഇത്രയധികം ഫീച്ചേഴ്സിൽ ഇറങ്ങാന്ന് വെച്ചാൽ നമ്മളതൊന്നും പ്രതീക്ഷിക്കാത്ത അത്ര ഒരു ഇതിലാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുന്നേ നമുക്ക് ഇത്രയും നല്ലൊരു സ്ഥലം തന്ന PM പാലസിനോട് താങ്ക്സ് പറയാണ്. ഇത് ആൽത്തറയിലാണുള്ളത്. നല്ല അടിപൊളി ഓഡിറ്റോറിയമാണ് ആൽത്തറ. ഈ ഒരു ഏരിയയിൽ വരികയാണെങ്കിൽ നല്ല പരിപാടിയൊക്കെ നടത്താൻ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിലും കാണുന്ന ഈ ഒരു ബാമ്പു തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകം മീൻസ് കാണുമ്പോഴുള്ള ഒരു ആംബിയൻസ് അടിപൊളിയാണ്. അപ്പോൾ അവർക്ക് ബിഗ് താങ്ക്സ് പറയാണ്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇന്നലെ 2 ദിവസം മുന്നേ ഹാക്കായി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ പേജ്, അതായത് മാഡ്മിൻഡേഴ്സ് വ്ലോഗിൻ്റെ ഒഫീഷ്യൽ പേജിലോ ഫേസ്ബുക്ക് പേജിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നേക്കാളും മുന്നേ ഫസ്റ്റ് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളെ വണ്ടറെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ. അപ്പോൾ ഈ ടൊയോട്ട കോളിസിനൊരു ക്ലബ് ഉണ്ട്, ടൊയോട്ട കോളിസ് ക്ലബ് കേരള ഒഫീഷ്യൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ടൊയോട്ട കോളിസുള്ള ഓണേഴ്സ് ഉണ്ടെങ്കിൽ ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ പേജിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അവർ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. നല്ല അടിപൊളി ക്ലബ്ബാണല്ലേ, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ക്ലബിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഈസ് യു വാച്ചിങ് മിസ് മാഡ്മൈൻഡർ
from Madmindersvlog.